നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. മഴ പെയ്താൽ പിന്നെ എവിടെയും വെള്ളക്കെട്ടാണ്. അകത്തിരിക്കാനും പുറത്തിറങ്ങാനും കഴിയാത്ത ഗതികേട്. 10ഓളം കുടുംബങ്ങളാണ് ഇവിടെ ബുദ്ധിമുട്ടുന്നത്. ഫ്ളാറ്റിലേക്കുള്ള വഴിയുടെ ദുർഗതി മൂലം വാഹനങ്ങൾ പോലും വിളിച്ചാൽ വരാത്ത അവസ്ഥ. ഡോക്ടറെ കാണാൻ പോലും പുറത്തിറങ്ങാൻ കഴിയുന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. ഫ്ളാറ്റിന് സമീപത്ത് കൂട്ടിയിട്ട മൺകൂനകളാണ് വെള്ളക്കെട്ടിന് കാരണം. മൂലേപ്പാട് മേഖലയിലെ റോഡ് പണിയുടെ ഭാഗമായുള്ള മണ്ണാണ് ഫ്ളാറ്റിന് സമീപം പഞ്ചായത്ത് സ്ഥലത്ത് കൂട്ടിയിട്ടിട്ടുള്ളത്. മഴ കനത്തതോടെ ഫ്ളാറ്റിന് മുൻപിൽ ചെളിവെള്ളം നിറഞ്ഞു. രോഗികളും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെയുള്ളവർ ഈ ഫ്ളാറ്റിൽ താമസിക്കുന്നുണ്ട്. ചെളിവെള്ളം നിറഞ്ഞതോടെ വാഹനങ്ങൾ പോലും ഇങ്ങോട്ട് വരുന്നില്ലെന്ന് ഫ്ളാറ്റിലെ താമസക്കാർ പരാതിപ്പെട്ടു. ഓട്ടോറിക്ഷ അങ്ങനത്തെ വണ്ടികൾ വിളിച്ചാൽ ഞങ്ങളില്ലാട്ടാ, ഞങ്ങളുടെ വണ്ടി ആകെ ചളിയിൽ മുങ്ങാണ് എന്ന് പറഞ്ഞിട്ട് അവരാരും വരാൻ കൂട്ടാക്കണില്ല. പിന്നെ ഈ കുട്ടിയാണെങ്കിൽ 4 അടി നടന്ന അപ്പം ഛർദ്ദിക്കുന്ന കുട്ടിയാണ്. പിന്നെ ശേഷി കാര്യമായിട്ട് കയറിൽ കുന്നംകുളത്തെ എല്ലാ ഡോക്ടർമാരും കോട്ടയിലെ എല്ലാ ഡോക്ടർമാരും ഞങ്ങളുടെ കുടുംബ സഹിതം ഞാനും എൻ്റെ കുട്ടിയും കൂട്ടിയിട്ടേക്ക് 2 ഭിന്നശേഷി കുട്ടികളാണ്. ഒരെണ്ണം അവിടെ മാമൻ്റെ വീട്ടിലുണ്ട്. പലതവണ പരാതിപ്പെട്ടിട്ടും അധികൃതർ ചെളിവെള്ളം ഒഴിവാക്കാൻ നടപടിയെടുക്കുന്നില്ലെന്നും താമസക്കാർ പറയുന്നു. അപ്പൊ നമ്മൾക്ക് ജീവിക്കാനും ഒരു സഹകരണങ്ങളും അതിനു വേണ്ട കാര്യങ്ങളല്ല. പഞ്ചായത്തിനോട് എന്ത് പറഞ്ഞാലും അവര് ആ തെറ്റ് വരെ വരും, ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. മഴക്കാലത്തിന് മുൻപ് ഫ്ളാറ്റിന് മുൻപിലെ മൺകൂനകളിൽ ചിലത് പഞ്ചായത്ത് അംഗം പ്രദീപ് കൂനത്തിന്റെ നേതൃത്വത്തിൽ മാറ്റിയിരുന്നു. എന്നാൽ മഴ ശക്തമായതോടെ മണ്ണുമാറ്റൽ പൂർണ്ണമായില്ല. ഈ ഭാഗത്ത് മണ്ണുപരത്തി വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതോടൊപ്പം കോൺക്രീറ്റ് കട്ട വിരിച്ച് മനോഹരമാക്കാൻ പദ്ധതിയിടുമെന്ന് പഞ്ചായത്ത് അംഗം പ്രദീപ് കൂനത്ത് പറഞ്ഞു. കുടിവെള്ളം ഇതുവരെയായിട്ടും ഞങ്ങൾക്ക് അതിന്റെ ഫെസിലിറ്റീസ് ഒന്നും ആയിട്ടില്ല. അതും ഈ അടുത്ത പ്രൊജക്റ്റിൽ വെക്കാന്നൊക്കെയാണ് ഞങ്ങളുടെ മെമ്പർ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങള് കുടിവെള്ളം പുറത്തുനിന്ന് വണ്ടിയൊക്കെ വിളിച്ചു കൊണ്ടുവരിക. ആ വണ്ടികൾ പോലും ഇപ്പൊ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരില്ല എന്നുള്ള രീതിയിലാണ്. പകുതിക്ക് നിർത്തിയിട്ട് അവിടുന്ന് ഞങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോ. നിരത്തുകളെല്ലാം തോടുകളായി മാറുന്ന കാഴ്ചയാണ് ഭൂരിഭാഗവും. എന്നാൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതെല്ലാം ഒന്ന് ശരിയാക്കേണ്ടവരോ അറിയാത്ത പോലെ നടക്കുക തന്നെ. പരാതികൾ പറയുന്നവർ പറയട്ടെ എന്ന നിരുത്തരവാദിത്വ നിലപാട്. അത്തരത്തിലുള്ള അവസ്ഥകളെല്ലാം പെട്ടുപോകുന്നത് സാധാരണക്കാരായ പൊതുജനങ്ങളും. അഴിമതിയില്ലാതെ എന്ത് പദ്ധതി എന്നായി കാര്യങ്ങൾ. എവിടെ എന്ത് നടന്നാലും കാലം കുറച്ചു കഴിഞ്ഞാൽ അഴിമതി തലപൊക്കി പുറത്തു വരും. പിന്നീട് അങ്ങോട്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ കൊഴുക്കും. വേലൂർ പഞ്ചായത്തിലെ അംഗൻവാടി നിർമ്മാണത്തിലാണ് അഴിമതി ആരോപണം. എന്താണ് വസ്തുത എന്ന് നോക്കാം. വേലൂർ പഞ്ചായത്തിലെ അംഗൻവാടി നവീകരണത്തിൽ അഴിമതിയെന്നാണ് ആരോപണം. പഞ്ചായത്തിലെ ഇപ്പോഴത്തെയും മുൻപത്തെയും പഞ്ചായത്ത് പ്രസിഡന്റുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അംഗൻവാടി നവീകരണത്തിൽ അഴിമതി നടത്തിയ നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭിയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയുമായ ഷേർലി ദിലീപ് കുമാറും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് അംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. മണിമലർക്കാവ് 76 നമ്പർ അംഗൻവാടിയിലാണ് നവീകരണത്തിന്റെ ഭാഗമായി ഗേറ്റ് സ്ഥാപിക്കുന്നതായി കാണിച്ച് മുൻ ഭരണസമിതിയുടെ കാലത്ത് പണം നൽകിയത്. 40 കിലോ വരുന്ന ഗേറ്റ് സ്ഥാപിച്ചിട്ടുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തി നിലവിലെ പ്രസിഡന്റ് TR ശോഭിയും അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെർലി ദിലീപ് കുമാറും ഒപ്പിട്ട് പണം കൈമാറിയെന്നും 7 വർഷമായിട്ടും ഗേറ്റ് സ്ഥാപിച്ചില്ലെന്നും കോൺഗ്രസ് ആരോപിച്ചു. അങ്കണവാടിക്ക് ഗേറ്റ് വേണമെന്ന നിലവിലെ പഞ്ചായത്ത് അംഗം CD സൈമൺ നിരവധി തവണ അപേക്ഷ സമർപ്പിച്ചപ്പോഴെല്ലാം ഭരണസമിതി നിരസിച്ചുവെന്നും വാർഡ് മെമ്പർ വിവരാവകാശ നിയമപ്രകാരം ശേഖരിച്ച രേഖകളിലാണ് അഴിമതി തെളിഞ്ഞതെന്നും പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വിജിലൻസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പരാതി സ്വീകരിച്ച പ്രാഥമിക അന്വേഷണം നടത്തി വിവരങ്ങൾ പഞ്ചായത്തിൽ വന്ന് തേടിയിരുന്നതായും കോൺഗ്രസ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. ഈ വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു കോൺഗ്രസ് അംഗങ്ങളുടെ പ്രതിഷേധം. ഇന്നത്തെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നവർ ഒത്തുകളിച്ചുകൊണ്ട് വലിയ ഒരു അഴിമതി നടത്തിയിരിക്കുകയാണ്. അതിന്റെ പേരിൽ വിജിലൻസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പഞ്ചായത്തിനെതിരെ. അംഗൻവാടി എപ്പോഴും അടച്ചുപൂട്ടിയിടേണ്ട സ്ഥിതി, കുട്ടികളെ പുറത്തേക്ക് കളിക്കാൻ പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അപൂർത്തീകരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ പൈസ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പഞ്ചായത്തിന്റെ പ്രസിഡന്റും മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ പഞ്ചായത്ത് പ്രസിഡന്റും മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഇവിടെ രാജിവെച്ചുകൊണ്ട് ജനങ്ങളോട് ഉത്തരവാദിത്തം കാണിക്കണം, ജനങ്ങളോട് നീതി ആക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി അത് നടപ്പിലാക്കാനായിട്ട് ഈ പഞ്ചായത്ത് തയ്യാറായില്ലെങ്കിൽ ശക്തമായിട്ടുള്ള സമര പരിപാടികളുമായിട്ട് കോൺഗ്രസ് മുന്നിട്ടിറങ്ങുമെന്ന് മാത്രമാണ് ഞങ്ങൾ. അംഗൻവാടിയിലെ ഗേറ്റിൽ അഴിമതി നടത്തിയെന്നാണ് ആരോപണം. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകളാണ് കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവന്നതെന്നും പറയുന്നു. കാര്യം സത്യമാണോ അല്ലയോ എന്ന് തെളിയിക്കേണ്ടത് ഇനി ഭരണപക്ഷത്തിന്റെ ഉത്തരവാദിത്വമാണ്.
മാലിന്യമുക്ത നവകേരളമാണ് സ്വപ്നമെങ്കിലും എല്ലാ തലത്തിലും അത് പ്രാവർത്തികമാക്കുന്ന പ്രവർത്തനങ്ങൾ കൂടി കണ്ടുപിടിച്ച് നടപ്പിലാക്കുമ്പോൾ മാത്രമാണ് സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത്. അതിന് ക്രിയാത്മകമായ ചിന്തയും ആവശ്യമാണ്. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ അത്തരത്തിൽ മാലിന്യമുക്ത കേരളത്തിന് മുതൽക്കൂട്ടാകുന്ന പുതിയൊരു പദ്ധതി നടപ്പിലാക്കുകയാണ്. മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി ഡയപ്പർ ഡിസ്ട്രോയർ സ്ഥാപിച്ച് എളവള്ളി ഗ്രാമപഞ്ചായത്ത് സംസ്ഥാനത്തിന് മാതൃകയാകുന്നു. കത്തിച്ചാലും മണ്ണിൽ കുഴിച്ചിട്ടാലും പരിസ്ഥിതി നാശമുണ്ടാക്കുന്ന ഡയപ്പറുകൾ പ്രകൃതിദത്തമായി സംസ്കരിക്കാനുള്ള സംവിധാനമൊരുക്കുക വഴി എളവള്ളി പഞ്ചായത്ത് വീണ്ടും കയ്യടി നേടുകയാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയോടെ ഡയപ്പർ ഡിസ്ട്രോയർ സ്ഥാപിക്കുക എന്നത് വലിയ പ്രതിസന്ധിയായിരുന്നു. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ സുവർണ അങ്കണവാടി യോഗത്തിൽ കുടുംബശ്രീ അംഗം ഡയപ്പർ സംസ്കരിക്കുന്നതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടിയതോടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഡയപ്പർ ഡിസ്ട്രോയർ എന്ന ആശയം ഏറ്റെടുത്തത്. 1987-91 ബാച്ചിലെ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മെക്കാനിക്കൽ വിഭാഗം വിദ്യാർത്ഥിയും പുഴയ്ക്കൽ ഗാല കോംപ്ലക്സിൽ 4R ടെക്നോളജീസ് എന്ന സ്ഥാപന ഉടമയുമായ TV വിദ്യാരാജനെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയ പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഡയപ്പർ ഡിസ്ട്രോയർ നിർമ്മിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഡയപ്പർ ഡിസ്ട്രോയർ എന്ന പദ്ധതി വെല്ലുവിളിയായി സ്വീകരിച്ച വിദ്യാരാജൻ പല ഒഴിവു ദിനങ്ങളിലും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓഫീസ് മുറി പദ്ധതിയുടെ ചർച്ചാവേദിയാക്കി മാറ്റി. വലപ്പാട് ശ്രീരാമ പോളിടെക്നിക്കിൽ മെക്കാനിക്കൽ വിഭാഗം വിദ്യാർത്ഥിയായിരുന്ന ജിയോ ഫോക്സിന് രാഷ്ട്രീയ ജീവിതത്തിൽ എഞ്ചിനീയറിംഗ് ആവശ്യമാകുന്നത് ഈ അവസരത്തിലാണ്. പലതലത്തിൽ രൂപകൽപ്പന ചെയ്ത ശേഷം ഡയപ്പർ ഡിസ്ട്രോയർ എന്ന പദ്ധതിക്ക് അന്തിമ രൂപമായി. കേരളത്തിൽ ആദ്യമായുള്ള പദ്ധതി എന്ന നിലയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നുള്ള അനുമതിക്കായി ഉദ്യോഗസ്ഥ തല ചർച്ചകളും ഇരുവരും നടത്തിയിരുന്നു. അവസാന പുക പുറന്തള്ളുന്നതിന് 30 മീറ്റർ ഉയരമുള്ള ചിമ്മിനി ആവശ്യമാണെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് തീരുമാനം പോർട്ടബിൾ ഡയപ്പർ ഡിസ്ട്രോയർ എന്ന സ്വപ്നത്തിന്റെ ചിറകൊടിച്ചു. ജില്ലാതലത്തിൽ വിളിച്ചു ചേർത്ത മാലിന്യമുക്ത നവകേരള യോഗത്തിലും എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പദ്ധതി വിശദീകരിച്ചിരുന്നു. ജില്ലാ പ്ലാനിംഗ് ഓഫീസറായിരുന്ന NK ശ്രീലതയുടെ നിർബന്ധപൂർവമായ പ്രോത്സാഹനവും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തോമസ് അലിയാസ് രാജനും ഭരണസമിതിയും നൽകിയ പിന്തുണയുമാണ് പദ്ധതി നടപ്പിലാക്കുന്നതിന് വേഗത കൂട്ടിയത്. ഉപഭോക്താക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കി വാർഡ് തോറും ഇലക്ട്രിക് ഓട്ടോ വഴി ഡയപ്പർ ശേഖരിക്കുന്നതിനാണ് പദ്ധതി തയ്യാറാക്കുന്നതെന്ന് പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു. പുതിയ ആശയങ്ങളിലൂടെയാണ് പുതിയ പദ്ധതികൾ ഉണ്ടാകുന്നത്. അത് കൃത്യമായി നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ വിജയ പദ്ധതി എന്ന വിലയിരുത്തുകയും ചെയ്യാം. മാലിന്യമുക്ത കേരളം എന്ന വാക്കിലല്ല, ഇത്തരത്തിലൂടെയുള്ള പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ് നടപ്പാക്കേണ്ടത്. പക്ഷേ കൃത്യമായ രീതിയിൽ നടപ്പിലാക്കണമെന്ന് മാത്രം. ഒരു നേരത്തെ വിശപ്പകറ്റാൻ മാർഗമില്ലാത്തവർ ഇന്നുമുണ്ട്. വിശപ്പും ഒരു തരത്തിലുള്ള വികാരമാണല്ലോ. അങ്ങനെയുള്ളവർക്ക് ഒരു നേരം ഭക്ഷണം സൗജന്യമായി കിട്ടുകയാണെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ്. അതിനുവേണ്ടി എത്ര നേരം വേണമെങ്കിലും കാത്തു നിൽക്കാനും ഇവർ തയ്യാറാണ്. വിശപ്പിന്റെ വില കല്ലുകൊണ്ട് അടയാളപ്പെടുത്തുകയാണ് ഇക്കൂട്ടർ. ഗുരുവായൂരിലെ തെരുവിന്റെ സന്തതികളാണ് സൗജന്യമായി ഉച്ചഭക്ഷണം ലഭിക്കാൻ വരി നിൽക്കുന്നതിനു പകരം കല്ലുകൾ നിരത്തിയുള്ള ഈ അടയാളപ്പെടുത്തൽ. ഗുരുവായൂർ ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ വെൽഫെയർ അസോസിയേഷൻ 2 വർഷത്തിലധികമായി ദിവസവും 30 പേർക്ക് സൗജന്യമായി ഉച്ചഭക്ഷണം നൽകുന്നുണ്ട്. ഇതിനായി കൈരളി ജംഗ്ഷനിൽ പ്രത്യേക ബോക്സും സ്ഥാപിച്ചിട്ടുണ്ട്. 104 അംഗങ്ങളാണ് അസോസിയേഷനുള്ളത്. അംഗങ്ങളുടെ കുടുംബത്തിലെ ആരുടെയെങ്കിലും പിറന്നാളോ ഓർമ്മദിനമോ വന്നാൽ അവരുടെ വകയാണ് പൊതിച്ചോറ് നൽകുന്നത്. പ്രവാസി കൂടിയായ ക്ലബ് അംഗം ജോസഫ് ബാബുവാണ് ആശയം മുന്നോട്ട് വെച്ചത്. ഭാരവാഹികളും മറ്റംഗങ്ങളും മറിച്ചൊന്നും ആലോചിക്കാതെ സമ്മതം മൂളി. പിന്നെ ഒട്ടും താമസിച്ചില്ല. ജീവകാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2022 ഏപ്രിൽ 25 മുതൽ പൊതിച്ചോറ് നൽകി തുടങ്ങി. പിന്നീടുള്ള ഒരു ദിവസം പോലും മുടങ്ങാതെ ഇത് നടന്നു വരുന്നുണ്ട്. കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലിൽ നിന്നാണ് ദിവസവും ഭക്ഷണം കൊണ്ടുവരുന്നത്. രാവിലെ 11നും 11:30ക്കും ഇടയിൽ കൃത്യമായി ബോക്സിൽ 30 പൊതിച്ചോറ് കൊണ്ടുവന്ന് വയ്ക്കും. കൃത്യം 11:30 അസോസിയേഷൻ ഭാരവാഹികളെത്തി പൊതിച്ചോറെടുത്ത് ആവശ്യക്കാർക്ക് നൽകും. ഭക്ഷണം ലഭിക്കാനായി മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ആവശ്യക്കാർ സ്ഥലത്ത് തമ്പടിച്ചിരിക്കും. ആദ്യം എത്തുന്നവർ ഒരു കല്ലെടുത്ത് ബോക്സിനടുത്ത് വയ്ക്കും. പിന്നീട് വരുന്നവരും ഈ പാത പിന്തുടരും. സ്ഥാനം ഉറപ്പിച്ചാൽ സമീപത്തുള്ള കടവരാന്തകളിൽ ഊഴം കാത്തിരിക്കും. മഴയിൽ നിന്നും വെയിലിൽ നിന്നും രക്ഷ തേടിയാണ് ഈ കല്ല് നിരത്തൽ. ഭൂരിഭാഗവും പ്രായമായവരാണ് ഭക്ഷണം തേടിയെത്തുന്നത്. സ്ത്രീകളും കൂട്ടത്തിലുണ്ട്. ജാതിമത ഭേദമന്യേയുള്ളവരുടെ വിശപ്പകറ്റാൻ ഈ പദ്ധതി പ്രയോജനകരമാണെന്ന് ഹെൽത്ത് കെയർ പ്രസിഡന്റ് R. ജയകുമാർ പറഞ്ഞു. ഗുരുവായൂർ ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ വെൽഫെയർ അസോസിയേഷന്റെ ജീവകാരുണ്യ പദ്ധതിയുടെ ഭാഗമായിട്ട് 2022 ഏപ്രിൽ 25-നാണ് ഉച്ചയ്ക്ക് ഒരു പൊതിച്ചോറ് എന്ന പേരിൽ ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്.
ഇന്നേക്ക് 800 ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഈ പദ്ധതി ഒരു ദിവസവും മുടങ്ങാതെ സാധുക്കളായിട്ടുള്ള വയോധികർക്കും വിവിധ മതസ്ഥരായിട്ടുള്ള ആളുകൾക്കും അന്നം കൊടുത്തു വരികയാണ് ഈ പദ്ധതി പ്രകാരം. വളരെ ഉപകാരപ്രദമാണ് അവർക്ക് അതിൻ്റെ മാലിന്യങ്ങൾ കളയുന്നത് പോലും നഗരസഭയുടെ നിബന്ധനകൾ ഉൾക്കൊണ്ടാണ് മാലിന്യ നിർമ്മാർജ്ജനം പോലും ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഏറെ ഉപകാരപ്രദമായ പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ക്ലബിലെ എല്ലാ അംഗങ്ങളുടെ സഹായവും സഹകരണവും കൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്. നൂറുകണക്കിന് പേരാണ് ക്ഷേത്ര നഗരിയിൽ തെരുവിൽ കഴിയുന്നത്. ഭൂരിഭാഗം പേർക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രസാദൂട്ടാണ് ആശ്രയം. എന്നാൽ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്നതിനാലാണ് അവശരായവർ ഹെൽത്ത് കെയറിൽ എത്തുന്നത്. രാവിലെ ഒരു ഗ്ലാസ് ചായ മാത്രം കുടിച്ചാണ് ഇവർ ഉച്ചഭക്ഷണത്തിന് വരി നിൽക്കുന്നത്. രാത്രിയിൽ പലപ്പോഴും ഇതിൽ പലരും പട്ടിണിയാകും. സുമനസ്സുകൾ കനിഞ്ഞാൽ രാത്രിയിലെ പട്ടിണിയും അകറ്റാൻ കഴിയുമോ എന്ന പ്രതീക്ഷയിലാണ് ഇവർ. സാധാരണ സെലിബ്രിറ്റികളാണ് പല പദ്ധതികളുടെയും ബ്രാൻഡ് അംബാസിഡർ ആകാറുള്ളത്. ഇനിയിപ്പോ സെലിബ്രിറ്റികൾ തന്നെ വേണമെന്നൊന്നും ഇല്ലല്ലോ. സാമാന്യ ബോധം ഉപയോഗിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നതും അതിനുവേണ്ടി ചെയ്യാൻ സാധിക്കുന്നത് എന്തും ചെയ്യുക എന്നതും സ്വന്തം നാടിനോടുള്ള കരുതൽ കൂടിയാണ്. ആ കരുതലാണ് ഇവിടെ ഒരു കൊച്ചുമിടുക്കനെ താരമാക്കിയത്. പല തദ്ദേശഭരണ സ്ഥാപനങ്ങളും പലരെയും മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഗ്രാൻഡ് അംബാസിഡർമാരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയ വലിയ സെലിബ്രിറ്റികളെയാണ്. മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ അംബാസിഡർ ആര് എന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ കഴിയണം അത് ഇബ്രാഹിം നാസി. കാരണം ആ വിദ്യാർത്ഥി, അത് ഒരു 2ാം ക്ലാസ്സുകാരനായ ഒരു വിദ്യാർത്ഥി ലോകത്തിന് മുമ്പാകെ പറയുന്നു ഇത് തെറ്റാണ് എന്ന്. അതുകൊണ്ട് ഏറ്റവും മാതൃകാപരമാണ് ഏറ്റവും മാതൃകാപരമായ ഒരു സ്വീകരണമാണ് ഇവിടെ നടക്കുന്നത്. ജൂലൈ 20 ശനിയാഴ്ച നാസിം മദ്രസയിൽ നിന്ന് വരുമ്പോഴാണ് പുന്നയൂർ പിലാക്കാട്ട് പള്ളിക്ക് സമീപം റോഡരികിൽ ലാബ് മാലിന്യം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് വീട്ടുകാരുടെ സഹായത്തോടെ വാർഡ് മെമ്പർ സെലീന നാസറിനെയും പുന്നയൂർ പഞ്ചായത്തിനെയും വിവരമറിയിച്ചു. 2 വലിയ പ്ലാസ്റ്റിക് ബാഗുകളിൽ നിറയെ മനുഷ്യജീവന് ഹാനികരമാകുന്ന ഉപയോഗിച്ച സിറിഞ്ചുകൾ, രക്തം അടങ്ങിയ ടെസ്റ്റ് ട്യൂബുകൾ, യൂറിൻ കണ്ടെയ്നർ എന്നിവയായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോഴാണ് മന്നലാംകുന്ന് ഹെൽത്ത് കെയർ ഹൈടെക് ലാബ് ഉപയോഗിച്ചതാണെന്ന് മനസ്സിലായത്. തുടർന്ന് ലാബ് ഉടമ കടിക്കാട് സ്വദേശി റോഷിത്തിനെ വിളിച്ചുവരുത്തി മാലിന്യം എടുത്തുമാറ്റുകയും 1/2 ലക്ഷം രൂപ പിഴ അടയ്ക്കാൻ പഞ്ചായത്ത് നോട്ടീസ് നൽകുകയും ചെയ്തു. ലൈസൻസ് ഇല്ലാത്തതിനാൽ ലാബ് അടച്ചിടാനും നിർദ്ദേശിച്ചിരുന്നു. ആറ്റുപുറം സെന്റ് ആന്റണീസ് LP സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇബ്രാഹിം നാസി. സ്കൂളിൽ നടത്തിയ അനുമോദന ചടങ്ങിൽ പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷനായി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ആഷിത മുഖ്യാതിഥിയായി. പുന്നയൂർ പഞ്ചായത്തിനു വേണ്ടി TV സുരേന്ദ്രനും ഹരിത കേരളം സംസ്ഥാന മിഷനു വേണ്ടി തൃശൂർ ജില്ലാ മിഷൻ കോർഡിനേറ്റർ സിദ്ദിഖയും തദ്ദേശ സ്വയംഭരണ വകുപ്പിനു വേണ്ടി ഇന്റേണൽ വിജിലൻസ് ഓഫീസർ ദുർഗാദാസും നാസിമിനെ ഉപഹാരം നൽകി ആദരിച്ചു. പുന്നയൂർ പഞ്ചായത്ത് നൽകിയ ക്യാഷ് അവാർഡ് സെക്രട്ടറി NP ഷീജ നാസിമിന് കൈമാറി. ചടങ്ങിൽ പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ AK വിജയൻ, വടക്കേക്കാട് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീധരൻ മാക്കാലിക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ജിസ്ന ലത്തീഫ്, സെന്റ് ആന്റണീസ് LP സ്കൂൾ മാനേജറും ആറ്റുപുറം ദേവാലയം ഇടവക വികാരിയുമായ ഫാദർ ഡെന്നീസ് മാറോക്കി, PTA പ്രസിഡന്റ് ദിനേശ് G നായർ, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. 2ാം ക്ലാസ്സുകാരന്റെ മാതൃകാ പ്രവർത്തനം അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ്. കൺമുന്നിൽ മാലിന്യം വലിച്ചെറിഞ്ഞിട്ടുള്ളത് കണ്ടപ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും അറിയിക്കേണ്ടവരെ അറിയിക്കുകയും ചെയ്തു. പുതുതലമുറ ഇത്തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ച് നാടിനും നന്മയ്ക്കും ഒപ്പം ചേരുകയാണ് വേണ്ടത്. മിണ്ടാപ്രാണികളാണെങ്കിലും ഇവയുടെ ശല്യം സഹിക്കാതെ ഗതികെട്ടിരിക്കുകയാണ് മനുഷ്യർ. പ്രത്യേകിച്ച് കർഷകരാണ് അങ്കലാപ്പിലായത്. തൊഴിലെടുത്ത് ജീവിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം. ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും എന്ന് പറയുന്നത് പോലെ ഒടുവിൽ കാട്ടുപന്നികളെ കൊല്ലാനുള്ള അനുമതിയും ലഭിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ ഇവയെ വെടിവെച്ചു കൊല്ലുന്നതിന് അനുമതിയായി. പെലക്കാട്ടുപയ്യൂർ, തായങ്കാവ്, ചിറപ്പറമ്പ്, ചിറനല്ലൂർ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടുപന്നി ശല്യം മൂലം വ്യാപകമായ കൃഷിനാശമാണ് ഉണ്ടായിരുന്നത്. കൊള്ളി, വാഴ, ചേന തുടങ്ങിയവയുടെ ചെടികൾ കുത്തിമറിച്ചിടുകയും വിളകൾ തിന്നുകയുമാണ് കൂട്ടത്തോടെ എത്തുന്ന കാട്ടുപന്നിക്കൂട്ടം ചെയ്യുന്നത്. കർഷകർക്ക് വലിയ രീതിയിൽ സാമ്പത്തിക നഷ്ടമാണ് പന്നിക്കൂട്ടത്തിന്റെ കടന്നാക്രമണത്തിൽ ഉണ്ടാകുന്നത്. ഓണവിപണി ലക്ഷ്യം വെച്ച് നട്ടിട്ടുള്ള പച്ചക്കറികളും നേന്ത്രവാഴ തൈകളുമാണ് പന്നികൾ കൂട്ടമായി എത്തി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ പന്നികളെ ഓടിക്കാൻ ശ്രമിക്കുന്ന കർഷകരെ ആക്രമിക്കാനുള്ള സാധ്യതയും കണക്കിലെടുത്താണ് പഞ്ചായത്ത് ഭരണസമിതി ഇവയെ വെടിവെച്ചു കൊല്ലാനുള്ള തീരുമാനമെടുത്തത്.
ജനവാസ മേഖലയിൽ മനുഷ്യജീവനും സ്വത്തിനും കൃഷിക്കും നാശം വരുത്തുന്ന കാട്ടുപന്നികളെ ഉന്മൂലനം ചെയ്യുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റിന് ഓണററി വൈൽഡ് ലൈഫ് വാർഡന്റെ അധികാരം പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്ററുടെ ഉത്തരവ് പ്രകാരം വനം വകുപ്പ് നൽകിയിരിക്കുകയാണ്. പഞ്ചായത്തിലെ പന്നിശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ വെടിവെച്ചു കൊല്ലുന്നതിന് ഡിഎഫ്ഒയുടെ എംപാനലിൽ ഉൾപ്പെട്ട എരനല്ലൂർ സ്വദേശി നെൽസൺ ഫ്രാൻസിസിനെ ചുമതലപ്പെടുത്തിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ പറഞ്ഞു. പഞ്ചായത്ത് പരിധിയിൽ അടുത്ത ദിവസങ്ങളിൽ നാശം വിതയ്ക്കുന്ന കാട്ടുപന്നികളെ കൊന്നൊടുക്കുന്നതിന് തുടക്കമാകും. ഇതോടെ പന്നിശല്യത്തിന് അറുതി വരുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ഗ്രാമപഞ്ചായത്തിലെ വളരെയേറെ കർഷകർക്ക് കൃഷി നാശനഷ്ടം ഉണ്ടാക്കുന്ന പരാതി, കാട്ടുപന്നിയുടെ ശല്യമുണ്ടെന്നുള്ള പരാതി ചുണ്ട പഞ്ചായത്തിൽ ലഭിക്കുകയും അതിൻ്റെ ഭാഗമായി ചുണ്ട പഞ്ചായത്ത് ഭരണസമിതി കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള തീരുമാനമെടുക്കുകയും അത് നമ്മൾ അതിൻ്റെ കാട്ടുപന്നിയെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നടത്തുകയും ചെയ്യുകയുണ്ടായി. നമ്മുടെ ചെറനല്ലൂർ പ്രദേശത്തും അതുപോലെ തന്നെ കായങ്കാവ് പ്രദേശം, പയ്യൂർ പ്രദേശത്തൊക്കെയാണ് കൂടുതൽ കാട്ടുപന്നികളുടെ ശല്യമുള്ളത്. അതിൻ്റെ നെൽസൺ എന്ന വ്യക്തിയെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ ആ ദൗത്യം ഇവിടെ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും. ജീവിക്കാൻ വേറെ നിവർത്തിയില്ലെന്ന് സാരം. കടമെടുത്തും മറ്റുമാണ് കർഷകർ ഓരോ തവണയും കൃഷി ഇറക്കുന്നത്. ഇതിൽ നിന്നുള്ള ലാഭമാണ് മുന്നോട്ടുള്ള ജീവിതം. എന്നാൽ തുടക്കത്തിലെ കൃഷി നശിപ്പിക്കാൻ ഇവ കൂട്ടമായി ഇറങ്ങിയാൽ എന്ത് ചെയ്യാനാണ്? കൊല്ലുകയല്ലാതെ വേറെ വഴിയില്ല. സ്വന്തം നിലനിൽപ്പ് തന്നെയാണല്ലോ വലുത്. ശക്തമായ കാറ്റും മഴയും മേഖലയിൽ കുറച്ചൊന്ന് നാശനഷ്ടങ്ങളല്ല ഉണ്ടാക്കുന്നത്. മരങ്ങൾ വീണ് വീടുകളും മതിലുകളും തകരുന്നു, വൈദ്യുതി പോസ്റ്റുകൾ നിലം പൊത്തുന്നു, ഷീറ്റുകൾ പറന്നുപോകുന്നു തുടങ്ങി നിരവധി നാശനഷ്ടങ്ങൾ. ഈ നാശനഷ്ടങ്ങൾക്കിടയിൽ നികത്താനാവാത്ത ചില ചരിത്രശേഷിപ്പുകൾ കൂടി മണ്ണോടടിയുകയാണ്. തൊഴിയൂർ ഭദ്രാസനപ്പള്ളി അങ്കണത്തിൽ തലയുയർത്തി നിന്നിരുന്ന പുളിമരം ശക്തമായ കാറ്റിലാണ് കടപുഴകി വീണത്. പോയ വർഷത്തിന്റെ ഓർമ്മകളും പൈതൃക ശേഷിപ്പുകളും പറയാനുണ്ട് ഈ മരത്തിന്. തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ദേവാലയത്തിന്റെ ആരംഭ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് ഈ പുളിമരത്തിന്. ചെകുത്താൻ പുളി എന്ന പേരിലെല്ലാം അറിയപ്പെട്ടിരുന്ന പുളിമരത്തെ സംബന്ധിക്കുന്ന ഒരുപാട് കഥകളും തൊഴിയൂർ ദേശത്ത് പറഞ്ഞു കേട്ടിരുന്നതാണ്. പഴയകാലത്ത് പ്രേതബാധ ഒഴിപ്പിക്കാൻ എത്തിയിരുന്നവർ ബാധ ഒഴിഞ്ഞ് ഈ പുളിമരത്തിൽ വന്ന് ആണിയടിച്ചു പോകുമായിരുന്നുവെന്നാണ് വിശ്വാസം. 1995 വടക്കനച്ചന്റെ മരണം വരെ ഇത് നിലനിന്നിരുന്നു. പിന്നിട്ട നൂറ്റാണ്ടുകളുടെ ഓർമ്മകളും പൈതൃക ശേഷിപ്പുകളുമായി തൊഴിയൂർ ഭദ്രാസനപ്പള്ളി അങ്കണത്തിൽ തല ഉയർത്തി നിന്നിരുന്ന പുളിമരത്തെ തൊഴിയൂർ ഭദ്രാസനപ്പള്ളി സന്ദർശിക്കുന്ന ഏവരും വളരെ കൗതുകത്തോടെയും ആശ്ചര്യത്തോടെയുമാണ് നോക്കിക്കണ്ടിരുന്നത്. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ സ്ഥാപക പിതാക്കന്മാരായ പരിശുദ്ധ കൂറിലോസ് ബാവുമാർക്ക് ഹൈദ്രോസ് കുട്ടിമൂപ്പർ തന്റെ മാതുലിന് പേവിഷബാധയേറ്റപ്പോൾ ചികിത്സ നൽകിയ സന്തോഷത്തിന് പാരിതോഷികമായി നൽകിയതാണ് 200 ഏക്കറോളം വരുന്ന കടൽക്കരയായിരുന്ന ഈ സ്ഥലം. ദേവാലയം നിർമ്മിക്കുന്നതിനു മുമ്പ് ഈ പുളിമരത്തണലിലാണ് ബാവുമാർ ഒത്തുകൂടിയത്. ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായി ഈ പുളിമരത്തണലിനെ ആശ്രയിച്ചിരുന്നതായും പിന്നീട് ദേവാലയം പണിയുകയായിരുന്നുവെന്നാണ് പഴമക്കാർ പറയുന്നത്. ടിപ്പു സുൽത്താന്റെ പടനായകനായ ഹൈദ്രോസ് കുട്ടിമൂപ്പരുടെ മാതുലൻ കുട്ടിപ്പോക്കറെ പേപ്പട്ടി കടിച്ച് വിഷബാധ ഏറ്റ് പേയിളകിയ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ച് ആ കുട്ടിക്ക് സൗഖ്യം നൽകിയ, അതിൻ്റെ പാരിതോഷികമായി നൽകിയ ഈ 200 ഏക്കർ ഭൂമിയിൽ പരിശുദ്ധ പിതാക്കന്മാർ ആദ്യം കടന്നു വന്നപ്പോൾ അവർക്ക് തണലേകിയ ഒരു മരമാണ് ഈ പുളിമുത്തശ്ശി. അതിനുശേഷം പിതാക്കന്മാരിനോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെ അടുത്ത് ദേവാലയം പണിയുന്ന ആളുകൾ അതിൽ ഈ പുളിയിലേക്ക് ആവാഹിക്കപ്പെടുന്നൊരു വിശ്വാസമൊക്കെ നിലനിന്നിരുന്നൊരു വലിയ കാലഘട്ടം ഈ പ്രദേശത്തുണ്ടായിരുന്നു. അത് ഈ പുളിമരം വീണു എന്ന് കേൾക്കുമ്പോൾ ഏതോ നമ്മുടെ സ്വന്തക്കാരായ ഒരു മുത്തച്ഛൻ മരിച്ചുപോയ ഒരു പ്രതീതിയാണ് എന്ന് രാവിലെ മുതൽ ഈ പ്രദേശത്തുള്ള ആളുകൾ ഫോൺ വിളിച്ചോ അറിയിക്കുമ്പോൾ നമുക്ക് തോന്നി. തൊഴിയൂർ പള്ളിയുമായി ബന്ധപ്പെട്ട് കേട്ടിരുന്ന ഒരുപാട് കഥകൾക്ക് പിൻബലമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്ന പുളിമരം പുതിയ തലമുറയ്ക്ക് എന്നും ഒരു കൗതുകം തന്നെയായിരുന്നു. ചരിത്രത്തിന്റെയും പൈതൃകത്തിന്റെയും കഥകൾ പേറി തലയെടുപ്പോടെ നിന്നിരുന്ന മരമാണ് എല്ലാം പഴങ്കഥയാക്കി യാത്രയായത്. തൊഴിയൂർ പള്ളിയെ അറിയുന്ന ഏവരുടെയും മനസ്സിൽ മായാതെ നിലകൊണ്ട ഓർമ്മകളെല്ലാം ബാക്കിയാക്കിക്കൊണ്ട്. വാർത്തയും വാർത്താ വിശകലനവുമായുള്ള ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.